വലിയ കട മൊത്തമായിട്ട് കാലിയാക്കണമെങ്കിലുള്ളേ വലിയ കട മൊത്തമായിട്ട് കാലിയാക്കണമെങ്കിലുള്ളൂ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള മിഠായി തെരുവ് SM സ്ട്രീറ്റ് എന്ന സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. വീഡിയോസിനെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് മിഠായി തെരുവിൻ്റെ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഇവർ കയറിവാ മക്കളെ എന്ന് പറഞ്ഞിട്ടില്ലേ, ഷോപ്പിലേക്കെല്ലാം ഒരാൾ വിളിച്ചിട്ട് കയറ്റുന്നത്. വിളിച്ചിട്ട് ഉള്ളിൽ കയറ്റി പറയുന്ന തന്നെ അവർ 300 രൂപയ്ക്ക് 2 ജോഡി ചെരുപ്പ്, 300 രൂപയ്ക്ക് 2 ജോഡി ചെരുപ്പ്, ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി മക്കളെ, ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ വിളിച്ച് കയറ്റുന്നു. ഉള്ളിലെത്തിയിട്ടാകുമ്പോൾ 300 രൂപയ്ക്കുള്ള 2 ജോഡി ചെരുപ്പ്, അത് നമുക്ക് ഉള്ളിലൊക്കെ ഇടുന്ന ചെരുപ്പുണ്ടാവില്ലേ, റബ്ബർ ചെരുപ്പ് എന്ന് പറയുന്നു, അതുപോലത്തെ ചെരുപ്പാണ് നമുക്ക് അവർ കാണിച്ചു തരുന്നത്. നമുക്ക് അവരെ ഇതെന്ത് ചെരുപ്പ് നിങ്ങൾ ചോദിച്ചിട്ട് തിരിച്ച് പറയാൻ അപ്പോൾ അവിടെ അവരുണ്ടാവില്ല. നമ്മൾ ഒരു സൈഡ് കാരണം മറ്റൊരു സൈഡിലേക്ക് ഇറങ്ങണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആളെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോൾ ഇങ്ങനെയാണെന്നറിയില്ല, ഓണായിട്ട് ഇങ്ങനെ ആളാണെന്നറിയില്ല. ആളെന്ന് പറഞ്ഞാൽ നടക്കാനൊന്നും പറ്റാത്ത ആളാണ്. പക്ഷെ നല്ല നല്ല സെലക്ഷനുള്ള സ്ഥലവും ഉണ്ട് കേട്ടോ. പിന്നെ 30 രൂപൻ്റെ ഏതെടുത്താലും 30 രൂപ എന്നുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. കാരണം ഈ 30 രൂപ എന്നുള്ള സ്ഥലത്തു നിന്ന് അങ്ങനെ ഗ്ലാസ്, പിന്നെ ഉണ്ട് ജ്യൂസിൻ്റെ ഗ്ലാസ്, മോൺസ്, കളറ്, അങ്ങനെ 1-2 സാധനം അവിടെ നിർത്തായിരുന്നു. അവിടെ മാത്രമേ എനിക്ക് അതിൽ മെച്ചമുള്ളതായിട്ട് തോന്നിയിട്ടു. ബാക്കിയെല്ലാം കണക്കന്നെ. പിന്നെ അവിടെ കുറച്ച് ചിലവ് വാങ്ങിന് കേട്ടോ. നമുക്ക് അലുവയിൽ ഇഷ്ടം ഉണ്ടായിക്കാം. നമുക്ക് കോഴിക്കോട് വന്ന് ചിലവ് വാങ്ങില്ല, അങ്ങനെ എങ്ങനെയെന്ന് വെച്ചിട്ട് കുറച്ച് ഹൽവ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിടുന്ന ചെരുപ്പ് അതുപോലത്തെ വാങ്ങിയിട്ടുണ്ട്. അത് നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ട്, അതുകൊണ്ട് പിന്നെ ഒന്നെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ ഈ മിഠായി തെരുവ്. വെറുതെ രാത്രിക്ക് ഇങ്ങനെ നടക്കാൻ. രാത്രി 11 മണി കഴിഞ്ഞിട്ട് ഒരു ഷോപ്പും ക്ലോസ് ഉണ്ടായിട്ട് എല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു. 11 മണി കഴിഞ്ഞിട്ടും എല്ലാം ഇങ്ങനെ അടിച്ച് കയറി വാ മക്കളെ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതാ കയറിയവർ ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി, ആൾക്കാരെന്ന് പറഞ്ഞെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയും ആൾക്കാർ. ഫുഡ് കോർട്ടൊക്കെ കുറവാണ്. അതിൻ്റെ ഫുഡ് ഹോട്ടലുണ്ടായിരുന്നു. പ്രത്യേക ഭക്ഷണം കഴിച്ചിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടെ വെറുതെ നടക്കാൻ. നമുക്ക് സമയം പോയതേ അറിഞ്ഞില്ല അവിടെ പോയിട്ട്. പിന്നെ ഈ മിഠായി തെരുവിൽ ചെറിയ പൈസക്ക് സാധനം ഉണ്ടാക്കി എല്ലാവരും വെറുതെ പോകുന്നു കേട്ടോ. അങ്ങനെ എല്ലാ സാധനമൊന്നും അവിടെ ഇല്ല. ചെറിയ പൈസക്ക് അവിടെ തിരുമ്പോൾ അത്. പിന്നെ ഞാനൊരു സ്ഥലത്ത് പറയുന്നത് കേട്ട് 500 രൂപയ്ക്ക് 4 ടോപ്പ്, ചുരിദാറിൻ്റെ 4 ടോപ്പ് 500 രൂപയ്ക്ക്. ഞാനതിൻ്റെ ഉള്ളിൽ കയറി നോക്കി, ഒട്ടും കൊള്ളില്ലാത്ത ടോപ്പാണ് 500 രൂപയ്ക്ക് 4 ഉള്ളത്. അതുപോലത്തെ ടോപ്പാണ് അവിടെ ഉണ്ടിരുന്നത്. അതുകൊണ്ട് ആരും അധികം ചെറിയ വില കിട്ടുന്നതായിട്ട് കയറിക്കൊള്ളാൻ നിൽക്കണ്ട. പക്ഷെ കിട്ടുന്നതും ഉണ്ട്, കുറേ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസും ഉണ്ട്. പിന്നെ ഉള്ളിലെടുത്ത ചെരുപ്പ് പിള്ളേർക്ക് നല്ല നല്ല ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെയൊന്നും വാങ്ങിയില്ല. കാരണം ഇടുന്നതല്ലേ വേണ്ടാന്ന് വെച്ച് മെയിൻ ഇതുപോലത്തെ സാധനമാണ്. ഡ്രസ്സിൻ്റെ എല്ലാം ക്ലിപ്പ്, കല്ല്, അതുപോലത്തെ തലക്കിടുന്നത്. പിന്നെ ഒരു ബ്ലാങ്കറ്റ് വാങ്ങിയിരുന്നു, അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. 300 രൂപ കൊടുത്തിട്ട് വാങ്ങിയായിരുന്നു. 300 രൂപക്കകത്ത് അതുണ്ടായിരുന്നു. ഇതിൽ നിന്ന് 10 രൂപയ്ക്ക് 1 വാങ്ങിയിരുന്നു. പിന്നെ അത് വിചാരിച്ചത് കുറച്ചധികം അത് വാങ്ങണമായിരുന്നു, വെറുതെ കണിക്കാൻ പോലൊന്ന് വാങ്ങിയാണ്. പിന്നെ ഞങ്ങൾ ഉച്ച സമയത്താണ് മിഠായി തെരുവിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ രാത്രി കുളിച്ച് ഫ്രഷായിട്ട് വീണ്ടും ഒന്ന് വെറുതെ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ വീണ്ടും മിഠായി തെരുവിലേക്ക് നടന്നു, വെറുതെ ഒന്ന് നടന്നത് രാത്രി. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ ചാറ്റിൽ മഴയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളല്ലേ നടക്കും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്ത് പറഞ്ഞാലും മിഠായി തെരുവ് നടക്കാൻ നല്ല രസമുണ്ട്. ഹൽവ സ്വീറ്റ്സിൻ്റെ സ്ഥലമല്ലേ, അധികവും അവിടെ ഹൽവ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഹൽവക്ക് ചെറിയ പൈസ ഒന്നും കേട്ടോ, 300, 350 അങ്ങനെയൊക്കെ വിലയുണ്ട്. നമ്മൾ നാട്ടിൽ അതേ വിലയാണ് അവിടെ. അല്ലാണ്ട് വില കുറവൊന്നുമില്ല. ആരും വില കുറവുണ്ട് മിഠായി തെരുവിൽ വേറെ വില കുറവുണ്ട് എന്ന് വെച്ചിട്ടൊന്നും ആരും പോകണ്ട. കാരണം നല്ല വിലയുണ്ട്. ഞാനൊരു ചെരുപ്പ് വാങ്ങിയായിരുന്നു, 350 രൂപയുടെ ചെരുപ്പാണ്. നമ്മൾ നാട്ടിൽ അതേ പൈസയായിരുന്നു. ഞാനവിടെ പോയിട്ടാകുമ്പോൾ എനിക്ക് ഷൂ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഷൂ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചെരുപ്പ് വാങ്ങിയത്. നമ്മുടെ നാട്ടിലും അതേ വിലക്ക് തന്നെയാണ് ചെരുപ്പുള്ളത്. ഓരോരു ചെരുപ്പിന് ചെറിയ പൈസൻ്റെ 200 രൂപൻ്റെ അടുത്തൊന്നും ആരും വാങ്ങാൻ നിൽക്കണ്ട. ചെറിയ പൈസ നല്ല ഓരോ സാധനത്തിന് നല്ല പൈസയുണ്ട്. ചെറിയ പൈസേൻ്റെ സാധനം അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഇല്ലാത്തതായിട്ട് ഒരു സാധനം ഇല്ല കേട്ടോ. എല്ലാ സാധനവും ഉണ്ടാണ്, ഒന്നും ഇല്ലാതില്ല. എല്ലാ സാധനം വെച്ചാൽ എല്ലാ സാധനവും ഉണ്ടാകും. ആൾക്കാർ അങ്ങനെ തിങ്ങി നിറഞ്ഞ് നടക്കുന്നുണ്ട്. ഷർട്ടിനൊക്കെ 300, 350, അതേപോലെ 300, 350 നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നും. പിന്നെ പാൻറ്റ് എല്ലാം സെലക്ഷൻ, പക്ഷെ നമുക്ക് വിചാരിച്ച് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല.
ശേഷം 1-2 സാധനം മാത്രമേ അമ്മ വാങ്ങി. അങ്ങനെ അമ്മ കാലിക്കറ്റ് നിന്ന് വീണ്ടും റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം അമ്മ പിന്നെ സ്നോ സിറ്റിക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒരിക്കലും കാണുന്ന സ്ഥലം കേട്ടോ മിഠായി തെരുവ്. ഞാൻ ഫസ്റ്റ് ടൈം പോയി കണ്ടുപിടിയിട്ട് കണ്ട അടിച്ച് കയറി വാ മക്കളെ തന്നെ ബോധിട്ടിട്ടുള്ളത്. വായിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോനിക്കിനയാൾ എന്ത് കണ്ടും അടുത്ത് കണ്ടതെല്ലാം വേണം. കണ്ടത് മൊത്തം എനിക്ക് വേണം. ലാസ്റ്റ് 10-11 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് നല്ലോണം പൈച്ചിട്ടാകുമ്പോൾ ഞങ്ങൾ ഒരു കഫേയിൽ കയറിയിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ഞങ്ങൾ ഷവായും കുബൂസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഹൈലൈറ്റ് മാറില്ല